രാവിലെ ഒരാളുണ്ടല്ലോ സ്കൂളിൽ പോയിട്ട് ബസ് മിസ്സാക്കി തിരിച്ചു വന്നിട്ടുണ്ടേ. ഇന്നുണ്ടല്ലോ സദ്യ ഉണ്ടാക്കാൻ എനിക്ക് സദ്യ ഉണ്ടാക്കാൻ ഒരു ദേഹണ്ണക്കാരിയുടെ ആവശ്യം ഉണ്ടായിരുന്നു. പോയി തേങ്ങ തിരുമ്പ് വാടാ. ഇന്ന് മെയ് 13 ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന്. അതായത് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഫുൾ ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് ഇന്നുള്ളത്. അപ്പോൾ ഇന്ന് വർക്കിംഗ് ഡേയും കൂടിയായിരുന്നു. ട്യൂസ്ഡേ ആണ്, വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ ആമി രാവിലെ സ്കൂളിൽ പോയിട്ട് ബസ് മിസ്സായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് പൂരി ബജി ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അവൾ കുറച്ചൊക്കെ കഴിച്ച് സുരേഷിട്ടനും ഫുഡ് കഴിച്ചിട്ടാണ് പോയത്. പിന്നെ കുഞ്ഞൊരു സദ്യ ഉണ്ടാക്കിയായിരുന്നു. ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. കാരണം നമ്മളെപ്പോഴും സദ്യ ഉണ്ടാക്കുമ്പോൾ സുരേഷനാണെങ്കിലും പറയാറുണ്ട്, കുറേ കറികളൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് പിറ്റേ ദിവസത്തേക്കും എല്ലാം എടുത്ത് വെച്ച് അങ്ങനെ കഴിക്കാൻ അത്ര ഇഷ്ടമൊന്നുമില്ല. വെറുതെ വേസ്റ്റാക്കി കളയുകയും ചെയ്യേണ്ട. ഒത്തിരി കറികൾ വരുമ്പോഴത്തേക്കും നമുക്ക് കഴിക്കാൻ ഒരു കൺഫ്യൂഷൻ വരുമല്ലോ, ഏത് കഴിക്കണം അങ്ങനത്തെ. അതുകൊണ്ട് ചെറിയൊരു സദ്യ, ഇഞ്ചിക്കറി, പിന്നൊരു അവിയൽ, പരിപ്പ് കറി, മോര്, മാങ്ങാച്ചാറ്, പപ്പടം, പായസം, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ സോയാബീൻ കൊണ്ടുള്ള ഒരു കറി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വൈകിട്ടത്തേക്ക് മതി നോൺ വെജൊക്കെ. രാവിലെ അല്ല, ഉച്ചയ്ക്ക് സദ്യ എന്ന് സുരേഷ് ചേട്ടനോട് ഞാൻ പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇത് ശരിക്കും സർപ്രൈസായിരുന്നു. പിന്നെ വരുന്ന സമയമായപ്പോൾ പറഞ്ഞിരുന്നു ഇല വാങ്ങിച്ചിട്ട് വരണമെന്ന്. അപ്പോൾ ആൾക്ക് മനസ്സിലായി സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. പിന്നെ ഇന്നത്തെ ദിവസം തന്നെ നമുക്കൊരു വലിയ സന്തോഷം ഉണ്ടായത് ആമിക്കുട്ടിയുടെ 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നതാണ്. 87% മാർക്കോട് കൂടിയാണ് നമ്മുടെ ആമി പാസ്സായിട്ടുള്ളത്. അതൊരു വലിയൊരു സന്തോഷമായിരുന്നേ. എന്താണെന്ന് പറഞ്ഞാൽ സാധാരണ ഈ 10ാം ക്ലാസ് ആകുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങളെ ഒന്നും പുറത്തോട്ട് വിടാതെ വരയ്ക്കകത്ത് തന്നെ പൂട്ടിയിട്ടിരുന്ന് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ. നമ്മളതിൽ നിന്ന് നേരെ തിരിച്ചായിരുന്നു. അവളുടെ എല്ലാ സന്തോഷങ്ങളിലും എല്ലാ പ്രോഗ്രാംസിലും എല്ലാം കൂടെ നിന്ന് നമ്മൾ ശരിക്കും മാറ്റി വെച്ചത് പരീക്ഷയുടെ സമയത്ത് ഒരു സൗദി പ്രോഗ്രാം കിട്ടിയായിരുന്നു. അത് മാത്രമാണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കി അവൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് നോർമലി എങ്ങനെയായിരുന്നോ നേരത്തെ ക്ലാസ്സുകൾ അതുപോലെ അറ്റൻഡ് ചെയ്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇത്രയും മാർക്ക് സ്കോർ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് 100% കിട്ടിയതിൻ്റെ ഒരു സന്തോഷമായിരുന്നു. അങ്ങനെ ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആമിയ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അവളിപ്പോൾ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. അവൾ പറയുന്നത് ഞങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ വേണം ഇന്നത്തെ ദിവസം കഴിക്കാനെന്ന്. പക്ഷേ അവളും കൂടെ ഇരിക്കുന്നതാണ് നമുക്ക് സന്തോഷം. അത് കഴിക്കാത്ത എന്താ വേറെ കാര്യങ്ങളൊന്നും അല്ല. വീട്ടിൽ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് വല്ലതും ഒക്കെ പെറുക്കിയൊക്കെ കഴിക്കുമല്ലേ, എന്നിട്ട് വിശക്കുന്നില്ല, അതാ കാര്യം. എന്നിട്ട് നമ്മുടെ അടുത്ത് വലിയ ഡയലോഗൊക്കെ അടിക്കുവാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വൈകിട്ട് നമ്മൾ അമ്പലത്തിലും പോയി, പള്ളിയിലും പോയി. ഇപ്പോൾ ഇവിടെ സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീടിന് ആ കാണുന്നതാണ് പള്ളി. പിന്നെ ആ പള്ളി തീരുന്നതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് അമ്പലം. അത്രയും നമുക്ക് അടുത്താണ് അമ്പലവും പള്ളിയും എല്ലാം ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ആദ്യം അമ്പലത്തിൽ പോയി അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് നേരെ തിരിച്ചു വന്ന് പള്ളിയിൽ കയറി. അപ്പോൾ പള്ളിയിൽ അവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അധികം ആളൊന്നും ഇല്ലായിരുന്നു. എന്നാലും നമ്മൾ കുറച്ച് സമയം കൂടെ അവിടെ നിന്നതാണ് കേട്ടോ നമ്മുടെ വീടിനടുത്തുള്ള പള്ളി. അങ്ങനെ ഞങ്ങൾ പള്ളിയിലും പോയിട്ട് തിരിച്ചു വന്ന് 7:30 ആയപ്പോഴാണ് വീട്ടിൽ വന്നത്. അപ്പോഴത്തേക്ക് സ്മിതയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചിക്കൻ കറി ഉണ്ടാക്കി. ഞാൻ പറഞ്ഞില്ലേ സുരേഷ് ചേട്ടനും സന്തോഷ് ചേട്ടനൊക്കെ കൂടെ KFCയും അതും ഇതുമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, പെപ്സി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പുറത്തോട്ട് പോയി. ഞങ്ങൾ പിന്നെ കുറച്ച് മേക്കപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിന്ന്. പിന്നെ നമുക്ക് കണ്ടു കഴിയുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ടല്ലോ. അങ്ങനെ സംസാരിച്ച് ആ കൂട്ടത്തിൽ കറിയൊക്കെ ഉണ്ടാക്കി. പിന്നെ കുറച്ച് സലാഡൊക്കെ ആമി കട്ട് ചെയ്ത് വെച്ചു. പറയാൻ മറന്നില്ല, ഞാൻ ഈ പ്രാവശ്യം പരിപ്പ് പായസമാണ് ഉണ്ടാക്കിയത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്തോ വിശേഷത്തിനായിരുന്നു, അടപ്രഥമനായിരുന്നു ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഈ പ്രാവശ്യം പരിപ്പ് പായസം ഉണ്ടാക്കി. അപ്പോൾ സുരേഷിന് ഉച്ചയ്ക്ക് വന്നപ്പോഴത്തേക്കും കേക്ക് വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഹണി കേക്കാണ് ഫേവറേറ്റ്. അതുകൊണ്ട് പ്രാവശ്യവും നമ്മൾ ഹണി കേക്ക് തന്നെയാണ് വാങ്ങിച്ചത്.
നമ്മുടെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളങ്ങ് ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങി. കാരണം പിറ്റേ ദിവസം വർക്കിംഗ് ഡേ ആയിരുന്നല്ലോ, അതുകൊണ്ട് നമുക്ക് നേരത്തെ കഴിഞ്ഞിട്ട് പിരിയാം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ രാത്രി 12 മണി വരെ ഡാൻസും പാട്ടും കുത്തുമൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ ഡാൻസൊക്കെ പുറകെ വരുന്നുണ്ട് കേട്ടോ, ഭയങ്കര രസമായിരുന്നു. നമ്മൾ കുറേ നാൾ കൂടിയിരുന്ന് അടിച്ചു പൊളിച്ചൊരു ദിവസമായിരുന്നു. ഈ ഒരു കുഞ്ഞു ജീവിതത്തിനിടയ്ക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ അവസരങ്ങൾ പോലും ഒരിക്കലും പാഴാക്കി കളയരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ലേ, ഇതിനൊരുപാട് പൈസ ചിലവൊന്നുമില്ലെന്നേ. നമുക്കൊരു മനസ്സുണ്ടായാൽ മതി. നമ്മുടെ കൂട്ടത്തിലുള്ളവരും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് നമ്മൾ തന്നെ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാനെപ്പോഴും കരുതുന്നത്. പിന്നൊരു കാര്യമുണ്ട്, നമ്മുടെ കൂടെയുള്ളവരും ആ സെയിം വൈബ് തന്നെയാണെങ്കിൽ ഉണ്ടല്ലോ, അടിപൊളിയായിരിക്കും. അല്ലാതെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ലഞ്ച് കഴിക്കുന്നു, ഡിന്നർ കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, അതൊക്കെ ഒരുമാതിരി മരവിച്ച ലൈഫായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനേക്കാൾ കുറച്ചുകൂടെ നല്ലതല്ലേ ചെറിയ ചെറിയ ആഘോഷങ്ങൾ പോലും നമ്മൾ നല്ല സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളത്. ല്ലോ കല്യാണം അയ്യോ ഞങ്ങള് കണ്ടില്ല കേട്ടോ. അതൊക്കെ ഒരു എന്താ പറയാ, ഒരു ഇൻട്രൊഡക്ഷൻ. ഞാനൊക്കെ പാടണമെന്നുണ്ടെങ്കിൽ വയ്ക്കുന്നത് പാടാറുണ്ട്. കുറച്ചുകൂടി ലെവലെത്താം. സുരേഷ് പാടുന്ന പാട്ടാന്നറിയോ? ചിത്രശില പാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു, അതിൽ നിത്യമെനിക്കാരാധിക്കാൻ നിന്റെ കൊറേ ഗ്യാങ് കയറണം. അങ്ങനെ ഇത്തവണത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രാത്രി 12 മണിയായപ്പോഴാണ് പിരിഞ്ഞത്. പിറ്റേ ദിവസം വർക്കിംഗ് ഡേ ആണല്ലോ, അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ 4:50 ആകുമ്പം രാവിലെ എഴുന്നേറ്റാലേ ഇവർക്ക് 2 പേർക്കും 6 മണിക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് കുറച്ച് സമയമെങ്കിലും ഒന്ന് ഉറങ്ങണമല്ലോ. അങ്ങനെ ഞങ്ങൾ അവരെ കൊണ്ടുവിട്ട് റോഡെന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്. കൊണ്ടുവിട്ടിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം നമ്മൾ സംസാരിച്ചു. അപ്പോൾ തന്നെ അതിൽ നമ്മുടെ പരിചയക്കാർ കുറച്ച് പേരൊക്കെ വണ്ടിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുമായിട്ടൊക്കെ സംസാരിച്ചു. പിന്നെ അവർ പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണം കേട്ടോ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.